ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയ പോലെ നമ്മൾ പൂനെയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തുണ്ട് ട്രെയിനിൽ അങ്ങനെ അടിപൊളി കാഴ്ചകളായിരുന്നു. അപ്പം നമ്മൾ രാത്രിയപ്പോൾ തന്നെ ഫുഡൊക്കെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് നമ്മൾ വാങ്ങിക്കുകയും ചെയ്ത്. അപ്പോൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ്, ബീഫ്, പിന്നെ ചപ്പാത്തി, വെജ് കറി, അതൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും ഇന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് ഒരു സൈഡിലോട്ട് അങ്ങനെ കയറിയിരുന്നു. അങ്ങനെ നമ്മൾ പോയി കുറച്ച് നേരത്തെ ട്രെയിൻ പിടിച്ചിരുന്നു. നല്ല അടിപൊളി മഴയായിരുന്നു ഗൈസ്, അടിപൊളി മഴയായിരുന്നു. അപ്പം ട്രെയിനിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, അതേപോലത്തെ ഒരു വ്യൂ ആയിരുന്നു ശരിക്കും പറഞ്ഞത്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് അതിനുശേഷം നമ്മുടെ എന്താ പറയുക ഗോവ എത്തി. അപ്പോൾ അവിടെ ജസ്റ്റ് കുറച്ച് ഒരു ഹോൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി, പിന്നെ അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക അവിടെ നിന്ന് പാവ് ബജി എന്തോ വാങ്ങിച്ചു. അവിടെ നിന്ന് പാവ് ബജി വാങ്ങിച്ച് തിന്ന്. ഞാൻ ടേസ്റ്റ് ചെയ്ത പോലും ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമ്മൾ മുട്ടായി വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പം റേറ്റൊക്കെ കുഴപ്പമില്ല. ഞാൻ 2 സ്വീറ്റ്സ് വീട്ടിലത്തേക്ക് വാങ്ങിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് തന്നെ ബിയർ ഷോപ്പ് ഉണ്ട് കേസ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ദൂത് സാഗർ വാട്ടർഫോൾസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഗോവയിൽ നമ്മൾ ട്രെയിനിൽ പോകാൻ വേണ്ടി കണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പം ഡൊമിനോസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷ അത്ര ആയില്ലായിരുന്നു, ക്വാണ്ടിറ്റിയും കുറവായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതും കഴിഞ്ഞ് സ്നാക്സ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും കഴിഞ്ഞ് അടിപൊളി മനോഹരമായ കാഴ്ചകൾ കണ്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ എന്ത് പറഞ്ഞിട്ട് അതിമനോഹരമായ പൂനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എന്താ പറയുക ട്രെയിനിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.